കേരളത്തിന്റെ കാലാവസ്ഥാ ഭൂപടം അപ്രതീക്ഷിതമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പച്ചപ്പും കുളിർമയും നിറഞ്ഞ മലനാടും ഇടനാടും ഇന്ന് ഉഷ്ണതരംഗങ്ങളുടെയും സൂര്യാഘാതത്തിന്റെയും ഭീഷണിയിലാണ്. സാധാരണഗതിയിൽ ഫെബ്രുവരി പകുതിയോടെ മാത്രം അനുഭവപ്പെടാറുള്ള ചൂട് ഇപ്പോൾ ജനുവരി അവസാനത്തോടെ തന്നെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും അപകടകരം താപനിലയിലെ വർധനവിനേക്കാൾ ഉപരിയായി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോത് കുത്തനെ ഉയരുന്നതാണ്. സൂര്യപ്രകാശത്തിന്റെ ഭാഗമായുള്ള ഒരുതരം വൈദ്യുത കാന്തിക വികിരണമാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളി ഇവയെ വലിയൊരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണവും കാരണം ഭൂമിയിലേക്ക് എത്തുന്ന വികിരണത്തിന്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നു. UV ഇൻഡെക്സ് എന്നത് വികിരണത്തിന്റെ തീവ്രത അളക്കുന്ന മാനദണ്ഡമാണ്. കേരളത്തിലെ പല ജില്ലകളിലും ഇത് അപകടകരമായ 8ലേക്ക് എത്തിയിരിക്കുന്നു. മൂന്നാർ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ രേഖപ്പെടുത്തിയ ഈ തോത് മനുഷ്യ ശരീരത്തിന് വലിയ ആഘാതം ഉണ്ടാക്കുന്നതാണ്. നേരിട്ട് UV വികിരണം ഏൽക്കുന്നത് ചർമ്മത്തിൽ പൊള്ളലുണ്ടാക്കാനും കണ്ണിന്റെ കാഴ്ചശക്തിയെ ബാധിക്കാനും കാരണമാകും. ദീർഘകാലം വികിരണം ഏൽക്കുന്നത് ചർമ്മത്തിലെ കോശങ്ങളുടെ ജനിതക ഘടനയെ മാറ്റിമറിക്കുകയും ചർമ്മത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കേരളത്തിലെ കാലാവസ്ഥാ ക്രമം പാടെ തെറ്റിയിരിക്കുന്നു എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശൈത്യകാലത്തിന്റെ ദൈർഘ്യം കുറയുന്നതും വേനൽ നേരത്തെ എത്തുന്നതും സംസ്ഥാനത്തെ വലിയൊരു പാരിസ്ഥിതിക ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ലഭിച്ചിരുന്ന കുളിർമ ഇപ്പോൾ അപ്രതീക്ഷിതമായിക്കൊണ്ടിരിക്കുന്നു. ജനുവരി ആദ്യവാരം മുതൽ തന്നെ പകൽ സമയങ്ങളിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന കാർബൺ ഉദ്വമനവും ഹരിതഗ്രഹ പ്രഭാവവുമാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. കൂടാതെ കേരളത്തിലെ വനനശീകരണവും തണ്ണീർത്തടങ്ങൾ നികത്തുന്നതും ചൂട് വർദ്ധിപ്പിക്കാൻ പ്രാദേശികമായി കാരണങ്ങളാകുന്നു. കടുത്ത ചൂട് പരിഗണിച്ച് സംസ്ഥാന ലേബർ കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ പുറം ജോലികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് സൂര്യാഘാതം തടയുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ്. ഈ സമയത്താണ് വികിരണത്തിന്റെ തോതും താപനിലയും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന അവസ്ഥയാണിത്. ബോധക്ഷയം, ശക്തമായ തലവേദന, പനി എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത് മരണത്തിന് വരെ കാരണമായേക്കാം. വേനൽ കടുക്കുന്നതോടെ കേരളം നേരിടാൻ പോകുന്ന അടുത്ത വലിയ വെല്ലുവിളി ജലക്ഷാമമാണ്. ജനുവരിയിൽ തന്നെ പുഴകളും കിണറുകളും വറ്റുന്നത് വേനൽക്കാലം അവസാനിക്കുമ്പോഴേക്കും വലിയ കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണമാകും. കുരുമുളക്, ഏലം തുടങ്ങിയ നാണ്യവിളകളെയും നെൽകൃഷിയും ചൂട് സാരമായി ബാധിക്കും. മൂന്നാർ പോലുള്ള തോട്ടം മേഖലകളിൽ ഉയർന്ന UV ഇൻഡെക്സ് തേയില കൃഷിയെയും ബാധിക്കാനിടയുണ്ട്. ഈ കടുത്ത വേനലിനെ അതിജീവിക്കാൻ ചില മുൻകരുതലുകളും അനിവാര്യമാണ്. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഓരോ അരമണിക്കൂർ ഇടവിട്ടും വെള്ളം കുടിക്കുക. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഇളനീർ എന്നിവ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. കടും നിറങ്ങൾ കൂടുതൽ ചൂട് ആഗിരണം ചെയ്യുമെന്നതിനാൽ ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ വീതിയുള്ള തൊപ്പി, സൺഗ്ലാസ്, കുട എന്നിവ നിർബന്ധമായും ഉപയോഗിക്കുക. UV വികിരണത്തെ തടയാൻ സൺസ്ക്രീൻ ലോഷനുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. പെട്ടെന്ന് ദഹിക്കുന്ന ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക. കൊഴുപ്പും എരിവും കൂടുതലുള്ള ആഹാരം ഒഴിവാക്കുന്നത് ശരീരത്തിന്റെ ആന്തരിക താപം നിയന്ത്രിക്കാൻ സഹായിക്കും. അടുത്ത 4-5 വർഷം കൂടി പ്രവണത തുടർന്നാൽ കേരളത്തിന്റെ സ്ഥിരമായ കാലാവസ്ഥാ രീതിയായി ഇത് മാറുമെന്ന് വിദഗ്ധർ കരുതുന്നു. പശ്ചിമഘട്ടത്തിലെ മാറ്റങ്ങളും പ്രാദേശിക ഭൂവിനിയോഗത്തിലെ ക്രമക്കേടുകളും കടൽ താപനിലയിലെ വർധനവും ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. വേനൽക്കാലം വെറും ഒരു സീസണല്ല, മറിച്ച് നമ്മുടെ പരിസ്ഥിതിയോട് നാം കാണിച്ച അനീതിയുടെ പ്രതിഫലനം കൂടിയാണ്. ഓരോ വർഷവും കടുക്കുന്ന ചൂട് നമുക്ക് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും മലിനീകരണം കുറച്ചും മാത്രമേ വരാനിരിക്കുന്ന ഇതിലും കടുത്ത വേനലുകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കൂ. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. വേനൽക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള സമഗ്രമായ നിർദ്ദേശങ്ങളും നിരവധിയാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം, ORS ലായനി, ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഇളനീർ എന്നിവ ധാരാളമായി ഉപയോഗിക്കുക. മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവ നിർജ്ജലീകരണത്തിന് കാരണമാകുമെന്നതിനാൽ പകൽ സമയത്ത് ഇവ ഒഴിവാക്കണം. നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് വെയിലത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കണം. ചർമ്മത്തെ സംരക്ഷിക്കാൻ അയഞ്ഞതും ഇളം നിറത്തിലുമുള്ളതായ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, മറ്റ് രോഗബാധിതർ എന്നിവർക്ക് പ്രത്യേക ജാഗ്രതയും ആവശ്യമാണ്. സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളായ അമിതമായ ക്ഷീണം, തലകറക്കം, തലവേദന, തൊലിപ്പുറത്തെ ചുവപ്പ് നിറം എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ തണലത്തേക്ക് മാറുക. വൈദ്യസഹായം തേടുകയും വേണം. നിർജ്ജലീകരണം തടയാൻ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു.